അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് നമ്മൾ സീലിംഗ് വർക്കൊക്കെ ചെയ്യുന്ന അതുപോലത്തെ ഒരു ബോർഡാണ്. അത് വെച്ചിട്ട് നമ്മൾ സ്പോട്ട് ലൈറ്റ് വെക്കാനുള്ള ബോക്സ് വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരൂ. ഇപ്പോൾ ഇതെല്ലാം ഒരു വലിയ വലിയ പീസുകളായിരുന്നു. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതെല്ലാം ചെറുതായിട്ട് ബോക്സിന്റെ വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് നേരത്തെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ബോക്സ് നമ്മൾ ചെയ്തെടുത്തത്. ചേട്ടൻ തന്നെ ഇതെല്ലാം ഫുള്ള് സെറ്റാക്കി എടുത്തേ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണും, പിന്നെ ആദ്യത്തേതല്ലേ. പിന്നെ ആ ആണികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ വർക്ക് സാധനങ്ങളാണ്, പഴയ ആണികളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കളർ അങ്ങനെ കാണിക്കുന്നത്. പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റാവും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ പിന്നെ തുളയ്ക്കുന്ന ഒരു മെഷീനും കൂടി ഉണ്ട്. അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഭിത്തി തുളച്ചിട്ട് ആണിയാനകത്തോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് ലൈറ്റ് സെറ്റായിട്ടുണ്ട്. ആ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ വാം ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്, വൈറ്റ് അല്ല. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വാം ലൈറ്റ്, അത് വെച്ചിട്ടാണ്. പിന്നെ പുറത്താണെങ്കിൽ കടയിലായിരുന്നാലും ഈ ഒരു ലൈറ്റിന് 100 രൂപ റേറ്റ് വരുന്നുള്ളൂ, വലിയ റേറ്റൊന്നുമില്ല. ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി വീടിന് ക്ലാരിറ്റി ഒക്കെ കിട്ടും. പിന്നെ എനിക്ക് വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും എനിക്ക് ഈ ലൈറ്റ് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് ഒരു ഫ്ലൈവുഡിൽ ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഫ്ലൈവുഡിൻ്റെ കളറ് നമ്മുടെ ഇവിടെ ഇരുന്ന പഴയ ഫ്ലൈവുഡ് ആയതുകൊണ്ട് അതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ഇത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ വയറും സെറ്റിങ്ങും കാരണം ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ചേട്ടന് കറണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ബോക്സ് മാത്രം ഉണ്ടാക്കി എടുക്കേണ്ട ആ ഒരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ലൈറ്റും കൂടി ഒന്നിട്ട് കാണണം. ഓൾറെഡി വയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ വീട് പണി തുടങ്ങിയ സമയത്ത് നമ്മൾ വാഷ് ബേസ് വെക്കാനുള്ള ആ ഒരു അവിടെയായിരുന്നു നമ്മളിത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വാഷ് ബേസിന് അവിടെ വാങ്ങിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ലൈറ്റ് വെച്ചിട്ട് അവിടെ ഞാനൊരു ടേബിളിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തയ്യൽ മെഷീൻ ഇട്ടിട്ടുള്ള. അതിലാണ് ഞങ്ങൾ ആ ഒരു ഇത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് ക്രാഫ്റ്റ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് കുറച്ചുകൂടി പ്രയോജനപ്പെടും. അപ്പോൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭിത്തിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഭിത്തിയിൽ വെക്കുന്ന സമയത്ത് ചരിഞ്ഞൊന്നും പോകരുത്, ഒരു ലെവൽ വെച്ചിട്ട് വേണം അത് ഭിത്തിയിൽ വെക്കാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആണിയൊക്കെ തുളച്ച് കയറ്റുന്ന ആ ഒരു മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് എനിക്കിത് ചെയ്തു തരുന്നത്. അപ്പോൾ വീഡിയോസുകളൊക്കെ എടുക്കാമല്ലോ, കുറച്ചുകൂടി കളർ വരും. നേരത്തെ ഒട്ടും വെട്ടമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴാണ് ഈ വീടിന് പെയിൻ്റൊക്കെ അടിച്ചത്. ഒരു വീഡിയോസുകളൊക്കെ ഇടാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെയൊക്കെ വീഡിയോസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.